Down, look up, careful. Did you enjoy the underground experience? യാത്രകളുടെ അതിരുകളില്ലാ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. Welcome to Beyond Borders. അതെ, ഞങ്ങളുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നോർത്തേൺ കേപ്പിലുള്ള കിംബർലി എന്ന് പറയുന്ന സ്ഥലത്താണ്. സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും നോർത്തേൺ സൈഡാണ്. അപ്പം ഈ ടൗൺ ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട്. ഡയമണ്ട് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് ലോകത്തെ ഫോർച്യൂൺ ഹണ്ടേഴ്സ് എല്ലാം തേടി വന്നിരുന്ന ഡയമണ്ട് തേടി, ഇവിടുത്തെ ഓറഞ്ച് റിവറിലൂടെ ഡയമണ്ട് ഒഴുകി നടക്കുന്നു എന്ന് കേട്ടിട്ട് ഓടി വന്നിരുന്നൊരു കാലമാണ്. അത്രയും ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ 2000 കൂടിയൊക്കെ ഈ നഗരത്തിൻ്റെ പ്രതാപമൊക്കെ തീർന്നു. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആ ഡയമണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കഥകൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമായി ഞങ്ങൾ പോകുന്നത് ബിഗ് ഹോൾ. കിംബർലിയിലെ ബിഗ് ഹോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ മുന്നോട്ട് പോവാം. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ്, ഈ സ്റ്റേയിലാണ് നിന്നത്. ഞാൻ നമ്മളെ നിന്ന പ്രോപ്പർട്ടിയുടെ പുറകിൽ ബാക്കോട് ഒന്ന് ഇറങ്ങി നോക്കിയായിരുന്നു. നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് സ്റ്റേഡിയം കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ കിംബർലി ടൗണിൻ്റെ സെൻട്രലായിട്ടാണ് ഈ അക്കോമഡേഷൻ. കുഴപ്പമില്ല, പഴയ സ്റ്റൈൽ ഓഫ് ബിൽഡിംഗ് ആണ്. പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ പറ്റും. കിംബർലി ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. ഇടയ്ക്ക് ഇന്ത്യക്ക് ഇവിടെ ജൂനിയർ ടീമൊക്കെ കളിക്കാൻ വരുമ്പം കളിക്കുന്ന ഒരു സ്ഥലമാണ് കിംബർലി ക്രിക്കറ്റ് സ്റ്റേഡിയം. പിന്നെ ഇന്നലെ പകൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, അല്ല വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് അടുക്കള. ഇവർ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ചായയൊക്കെ റെഡിയായി അല്ലേ സഞ്ജ? ഓക്കെ. നിങ്ങൾ സാൻസയ്ക്ക് നൂഡിൽസ് ആണ്. സാൻസ സെൽഫ് കുക്കാ? ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പം ഞാൻ പുറത്തെ ഫ്രണ്ട് ഞങ്ങൾ ഇതേ വന്ന് കയറിയത്. അപ്പോൾ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. എല്ലാ സാധനത്തിനും ഒരു തിളക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി ഇന്നിപ്പോൾ സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങൾ കിടക്കുന്നതിൻ്റെ തിളക്കം കണ്ടപ്പോൾ ഞാനൊന്ന് ഇത് ഇനി വല്ല ഡയമണ്ടും ആണോ എന്ന രീതിയിൽ ഞാൻ നോക്കുമായിരുന്നു. ഇതുണ്ടോ, ഇതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇതൊരു കല്ലല്ല, ഇതൊരു ജെല്ലി ടൈപ്പിലുള്ള സാധനമാണ്. അതുപോലെ ഇവിടെ ഇഷ്ടംപടി കിടപ്പുണ്ട് കേട്ടോ. ഇതാ കിടക്കുന്നത്. ഇച്ചിരി ഇന്നലെ എനിക്ക് തോന്നുന്നു മഴ പെയ്തതുകൊണ്ട് അത് നനഞ്ഞ് ഈ പരുവത്തിലായി. പക്ഷേ ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് വേറെ ആരുമല്ല, ഇതാ ഈ മരത്തിൽ നിന്ന് പൊഴിയുന്ന ഡയമണ്ടാണ്. ശരിക്കും ഡയമണ്ട് അല്ലെങ്കിലും ഡയമണ്ട് പോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു അമൂല്യമായ വിലയുള്ളൊരു സാധനമാണ്. എന്താണെന്നറിയാവോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇതൊരു കറ പോലെ മരത്തിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കുന്തിരിക്കത്തിൻ്റെ മരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് പുകയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാട്ടിലേക്കാണെങ്കിൽ കൊതുകിനെ ഓടിക്കാനൊക്കെ ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ പല ഉപകാരമുള്ള സാധനമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ കുന്തിരിക്കത്തിൻ്റെ മരത്തിൽ നിന്നുണ്ടാകുന്ന കായാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപടി ചുമ്മാ ഇങ്ങനെ ഒരു പശ പോലെ ഉള്ള സാധനമാണ്. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഡ്രൈ ആയിട്ടായിരിക്കും വരേണ്ടത്. പക്ഷേ ഇന്നലെ ഇവിടെ നല്ല മഴ ആയതുകൊണ്ടായിരിക്കും വലിയ കഷ്ണങ്ങൾ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഒരു ഡയമണ്ടിനോടൊക്കെ ഉപമിക്കാം, അത്രയ്ക്ക് ക്ലിയറാണ് ഇതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി. പക്ഷേ ഇതൊരു ജെല്ലി ഫോമിലാണ്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, നമ്മൾ ഡയമണ്ട് ക്യാപിറ്റൽ വന്നപ്പോൾ ഇതുപോലെയുള്ള കല്ലുകൾക്ക് വേണ്ടിയായിരുന്നു ഒരു കാലഘട്ടം മൊത്തം വാണ ഒരു സ്ഥലമാണ് കിംബർലി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്കൊക്കെ പോകാം. ഞാൻ ഈ കുന്തിരിക്കത്തിൻ്റെ മരം കണ്ടത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരെങ്കിലും ഒക്കെ കുന്തിരിക്കത്തിൻ്റെ മരമായിട്ട് ഇൻട്രാക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തോരോ കിടക്കുന്നതെന്ന് നോക്കി. ഇതുണ്ടോ, ഇഷ്ടംപടി ഇങ്ങനെ വീണ് കിടക്കുക, നനഞ്ഞ് കുതിർന്ന് കിടക്കുക ഇപ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് അല്ലാത്തപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരേണ്ട സാധനമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ചുമ്മാ ചെറിയ ശേഖരങ്ങളിൽ നിന്നെല്ലാം വീഴുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താമസിച്ച അക്കോമഡേഷനോട് ബൈ പറയാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ ക്യാമ്പ് സൈറ്റ് അല്ലായിരുന്നു ചൂസ് ചെയ്തത്, വേറെ ഒന്നും കൊണ്ടല്ല. നല്ല ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ മഴയുടെ ആധിക്യം കാരണം ക്യാമ്പ് സൈറ്റിൽ നിൽക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ആ മഴയുടെ കാർമേഘങ്ങളൊക്കെ പോയി വരുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് കാണാം. അപ്പം ഞാനിവിടെ റിസപ്ഷനിലൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. ഓക്കെ, ഹായ് മോർണിംഗ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫേസ്. ഓക്കെ, താങ്ക് യു. വി ഹെഡിങ് ടു കിംബർലി ഇൻ ദ ബിഗ് ഹോൾ. ഹൗ ഫാർ ഇറ്റ് ഈസ്? Maybe 2 kilometers. 2 kilometers. Okay. Like, is every half an hour there is a tour or? I think every half an hour. Every half an hour. Thank you. Have a nice day.
ഈ സ്റ്റേയിലായിരുന്നു നിന്നത്. സോ അങ്ങനെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ബിഗ് ഹോളിൻ്റെ എൻട്രൻസിലേക്കാണ്. നമുക്ക് തോന്നുന്നത് പഴയ ഒരു എന്താ പറയുക, ഒരു റോഡ് ഷോ നടക്കുന്ന, അല്ലെ റോഡ് ട്രിപ്പ് മൂവീസിൻ്റെ ലൊക്കേഷനിലോട്ട് പോകുന്ന പോലെ ഒരു ആംബിയൻസാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗ് ഹോളിലേക്ക് പോവാണോ? പിന്നെ ബിഗ് ഹോൾ നമ്മൾ പഴയ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ സെറ്റിലേക്ക് കയറി ചെല്ലുന്ന പോലെ നമുക്ക് തോന്നുന്നല്ലേ, കെട്ടിടങ്ങളുടെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ അല്ലേ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്നു വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സംഭവം ഉണ്ടല്ലോ, ഡയമണ്ടിന് വേണ്ടി വെറും പിക്കാസ് കൊണ്ട് മനുഷ്യൻ കുഴിച്ചുണ്ടാക്കിയ ഒരു വലിയ ഗർത്തമാണ്. ഗർത്തം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സ്റ്റിൽ ഡീപ്പ് 250 മീറ്റർ. ഡയമണ്ടിന് വേണ്ടി മാത്രം ഇതുപോലെ ഉള്ള നൂറുകണക്കിന് കുഴികളാണ്. ഈ കുഴിക്ക് ചുറ്റും ഒരു വലിയ നഗരം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ബേസിക്കലി ഫോംഡ് ഫ്രം കോൾ. You don't believe actually the diamond is the kind of coal only. അത് നമ്മുടെ കരിക്കട്ടയുണ്ടല്ലോ, അതായത് നമ്മുടെ കൽക്കരിയുടെ വേറൊരു ട്രാൻസിഷൻ ഫോമാണ് പിന്നെ ഈ പറയുന്ന ഡയമണ്ട്. അതൊരു പ്രത്യേക മോളിക്കുലർ ആംഗിളിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രോങ് ഫോമാണ് ഈ പറയുന്ന ഡയമണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിരിക്കും ഈ കറുത്ത് കാണുന്ന ലെയർ ഉണ്ടോ. ഓരോ ലെയറിനും ഓരോ സ്വഭാവമാണ്. അങ്ങോട്ട് താഴോട്ട് വരുമ്പോഴേക്കും ബ്ലാക്ക് ആയിട്ട് ഓരോ പോലെ ലെയർ വരുന്നുണ്ട്. ഹലോ, ഡയമണ്ട് വേണോ? അത് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഡയമണ്ട് വേണോ? ചാടിക്കോ, എടുത്തോ, ഇഷ്ടപ്പെടി. യെസ്, തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഡയമണ്ട് വാങ്ങിച്ചു തരുമോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം ഞങ്ങൾ അടുത്ത ഇവിടുത്തെ ഗൈഡഡ് ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 9 o'clock ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതുണ്ട്, വെൽക്കം ടു ബിഗ് ഹോൾ മ്യൂസിയം. അപ്പോൾ ഞങ്ങൾ മ്യൂസിയം സന്ദർശിച്ച് ആദ്യം കുറച്ച് അറിവ് സമ്പാദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്, അവർ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പാർട്ട് ഓഫ് ഗൈഡഡ് ടൂറിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങൾക്ക് മൂവി കാണിക്കാം. We have movie time also. After the passing of many moons, and when there was great sorrow in the land, a spirit pitying the wants and miseries of men descended from heaven with a huge basket filled with diamonds. This story begins on the banks of the Orange River. Landing finally in the hands of geologist Dr. William Atherstone. Dr. Atherstone confirmed the improbable that this was indeed a diamond. The Romans believed they were splinters of fallen stars. From fiery pits below, a cauldron of burning rock. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ ഗൈഡായിട്ട് വന്ന പുള്ളി നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തരുവാണ് ബിഗ് ഹോൾ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബിഗ് ഹോൾ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ഇത് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ വരെ വിസിബിളാണ്, അത്രയും ബിഗായിട്ട് വരുന്ന ഒരു ഇതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ താഴം, അത് ഒരു സമയത്ത് 50,000 മൈനേഴ്സ് വരെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പുള്ളി. അതോടൊപ്പം തന്നെ വെറും പിക്കാസും ഷവലും മാത്രം ഉപയോഗിച്ച് ഡിഗ് ചെയ്യുന്ന ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ഡയമണ്ട് മൈൻ ആയതുകൊണ്ടാണ് ഇതിപ്പം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയേക്കുന്നത്. ടൺ കണക്കിന് പിന്നെ ഡയമണ്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ കിംബർലി ടൗണിന് ചുറ്റും ഇത് മാത്രമല്ല ഇതുപോലത്തെ ഒത്തിരി മൈനിങ് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കിംബർലി ടൗൺ ഒരു ബിഗ് ഹോൾ എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറുവാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് ഇവിടെ ഡയമണ്ട് കണ്ടുപിടിച്ചതും അതുപോലെ ഇങ്ങനെ ഡിഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള ആൾക്കാരെ എങ്ങനെയാണ് താഴോട്ട് എത്തിച്ചിരുന്നതെന്നോ അതിൻ്റെ അകത്ത് മരിച്ചു വീണുകളുടെ ആൾക്കാരുടെ കണക്കുകളും ഇവിടെ ഇവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എത്ര പേര്
പേര് മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് ഇതിൻ്റെ അകത്തേക്കുള്ള ടൂറാണ്. അതായത് ഈ ഇതിൻ്റെ ടണലിക്കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി മൈനിങ് ഹോളിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അന്നത്തെ കണ്ടീഷനൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ശരിക്കും ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പേടിയാവും, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ പുള്ളി നമ്മളെ ഓരോ സ്ഥലത്തെ അവിടെ ഇവിടെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. നിങ്ങൾ അവിടെ നിൽക്കാം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് തൂണ് കൊടുത്ത് അന്നത്തെ കാലത്ത് ആൾക്കാർ വർക്ക് ചെയ്തത് എങ്ങനെയാണ്, അതിനുശേഷം ഞങ്ങളെ പുള്ളി മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവിടെ മാറി മാറി നിർത്തിയേ. എന്നിട്ട് അന്നത്തെ കാലത്ത് ഈ മൈനിങ്ങിന് ഇതിൻ്റെ എക്സ്പ്ലോഷൻ കാണിക്കാൻ വേണ്ടി പുള്ളി ഞങ്ങളോട് പറഞ്ഞു അതേ ഒരു എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരോടും നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഒന്നും പേടിയുള്ളവരുണ്ടോ, ഹാർട്ട് ഡിസീസ് ഉള്ളവരുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം എക്സ്പ്ലോഷൻ നമുക്ക് വേണ്ടി അവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊക്കെ ചെയ്യാനൊക്കെ പേടിച്ചു പോയി. അത്രയ്ക്കും ലൗഡായിട്ടാണ് ആ സംഭവം വരുന്നത്. പ്രത്യേക നല്ല നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടി മനുഷ്യർ അടിമകളാണെങ്കിൽ പോലും അതൊക്കെയാണ് ഈ ഒരു കാലത്ത് ഇവിടെ ഈ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കറുത്ത വർഗ്ഗക്കാരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ എവിഡൻ്റ് ആയിട്ടുള്ള തെളിവുകളാണ് ഇവിടെയൊക്കെ ഈ പാവപ്പെട്ട ആൾക്കാരാണ്. അത് മാത്രമല്ല കേട്ടോ, യൂറോപ്പിൽ നിന്നുള്ള ഒത്തിരി വൈറ്റായിട്ടുള്ള ആൾക്കാരും എല്ലാം ഇവിടെ വർക്ക് ചെയ്യാൻ വരുമായിരുന്നു. അതിനുശേഷം ഇതൊക്കെ പൊട്ടിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. Makarin അപ്പോൾ ഞങ്ങളെ പുള്ളി നിരനിരയായിട്ട് നിർത്തി. എന്നിട്ട് അന്നത്തെ കാലത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ ടൂൾസും നമ്മളെടുത്ത് തരുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ഇതിനു വേണ്ടി മൈനിങ്ങിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. അതായത് അന്നത്തെ കാലത്ത് ഇത് കൂട്ടിപ്പിടിക്കാനും ഓരോ ക്യാമറ സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെയുള്ള വലിയ വലിയ പ്ലെയർ ടൈപ്പ് സാധനങ്ങളും ഇതൊക്കെ പിടിച്ച് ഞങ്ങളെ കൊണ്ട് പുതിയ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അങ്ങനത്തെ ഒരു ഭയങ്കര എന്താ പറയുക പിള്ളേർക്കൊക്കെ ഞങ്ങൾക്ക് മാത്രം ഒരു പുതിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പുള്ളി ഒരു നല്ല ജോളി ടൈപ്പ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു പുതിയ എക്സ്പീരിയൻസ് തരുമായിരുന്നു. Did you enjoy the underground experience? But you are fine. Right. അങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഈ കിംബർലി മൈനിൻ്റെ ഒരു സ്ട്രക്ചർ അവർ ഇങ്ങനെ ഒരു 3D ഇതായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വലിച്ച് ഇതിന് ആൾക്കാരെങ്ങനെയാണ് വികാസവും ഇതും വെച്ച് ഇത്രയും വലിയ ഹോൾ ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ ഇവിടെ തന്നെ നമുക്കൊരു മ്യൂസിയം, ഡയമണ്ട് മ്യൂസിയം ഉണ്ട്. അതായത് ഇവിടെ കിട്ടിയ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഡയമണ്ടുകൾ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഡയമണ്ട് തരം തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കല്ലിൻ്റെ അകത്തു നിന്നൊക്കെ മാറ്റുന്ന ടെക്നിക്കും അതൊക്കെ കാണിച്ചു തരുന്ന ഇവരുടെ ഒരു വെയർ ഹൗസ്, അതെല്ലാമാണ് കാണിക്കുന്നത്. ഇതൊക്കെ അന്നത്തെ കാലത്തുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറത്തോട്ട് നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. ഇത് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ടൗൺഷിപ്പ്, ഇത്രയും വലിയ ലോകത്തിലൊരു വലിയ ബിസിനസ് നടക്കുകയാണ്. യൂറോപ്പിലേക്കുള്ള ഡയമണ്ട് മൊത്തം ഇവിടെ കയറി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോട് ചുറ്റിപ്പറ്റി വലിയൊരു ടൗൺഷിപ്പ് കിംബർലി എന്ന് പറയുന്ന ഒരു ടൗൺ ഡെവലപ്പ് ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ കാണാൻ പോകുന്ന പല അത്ഭുതങ്ങളും ഉള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായ ടൗണാണ് ലോകത്തിൽ. ന്യൂയോർക്കിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് ആഫ്രിക്കയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യമായിട്ട് എനിക്കത് കേട്ടപ്പോൾ തോന്നി. അങ്ങനെ ഞങ്ങൾ ഇത് ബിഗ് ഹോളിന് പുറത്തിറങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഈ പറഞ്ഞ പോലത്തെ അങ്ങനെ ആ ടൗൺഷിപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം നമ്മൾ കിംബർലിയുടെ ആ പഴയ സ്ട്രീറ്റിൻ്റെ ആ റിപ്ലിക്ക ഇവിടെയുണ്ട്. അതിൽ കൂടെ നടക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ട്രാമ്പിൻ്റെ ലൈന്, അതുപോലെ തന്നെ ഷോപ്പ് സെൻറ്റർ, അവിടുത്തെ അന്നത്തെ വീടുകൾ ഇതുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈനിങ് ടൗൺ ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വെള്ളക്കാരുടെ ബിസിനസ്സുകൾ
ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിള്ളേരുടെ തൊട്ടിലൊക്കെ കണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, പാത്രങ്ങൾ. ഇത് നമ്മൾ റബ്ബർ മെഷീൻ പോലെയുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് എന്തോ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ്റെ ഒരു മോഡൽ പോലെയുണ്ട്. അന്നത്തെ കാലത്തെ എല്ലാ ഇത് എനിക്ക് തോന്നുന്നത് പ്ലേറ്റും പിച്ചള പാത്രങ്ങൾ. പുള്ളി ട്രേഡറായിരുന്നു, പഴയ സാധനങ്ങൾ മേടിച്ച് പുതിയ സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ. വെൻ ഇസ് ട്രബിൾ. ഇത് കണ്ടോ, എന്താ ആ സ്ട്രീറ്റിൻ്റെ അതേ ഓർമ്മപ്പെടുത്തുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഗുഡ് റിച്ച് ടയേഴ്സ് ആൻഡ് ട്യൂബ്, അന്നത്തെ കാലത്തെ ടയേഴ്സ് ആൻഡ് ട്യൂബ്. ഈവൻ അന്നത്തെ ഹെയർ ഡ്രസ്സറുടെ സെറ്റപ്പ് കണ്ടോ, അത്രയും ആ യൂറോപ്പിൻ്റെ ഒരു റിപ്ലിക്ക എന്ന് പറഞ്ഞാൽ ആ റിപ്ലിക്ക തന്നെയാണ് ഇവിടെ. ഈ ഒരു കാലഘട്ടമാണ് ഓർമ്മപ്പെടുത്തുന്നതെന്ന് ആലോചിക്കണം. ഈ ഒരു 1920s തൊട്ട് ഒരു 1980s വരെയുള്ള പ്രതാപകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ. കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി, കാണാൻ പറ്റി. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ആദ്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് വന്നതിന് ശേഷം ലോകത്ത് സ്ട്രീറ്റ് ലൈറ്റ് വന്നത് കിംബർലി. സെക്കൻഡ് ടൈം ന്യൂയോർക്കിൽ വന്നതിന് അമേരിക്കയിൽ ശേഷം ലോകത്തിൽ സെക്കൻഡ് ടൈം സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ ട്രാമ്പ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉള്ള ഒരു ടൗണായിരുന്നു കിംബർലി. കിംബർലിക്ക് നേരത്തെ വേറെ പേരുകളായിരുന്നു, പക്ഷേ ബ്രിട്ടീഷാണ് കിംബർലി എന്നുള്ള പേര് കൊടുത്തത്. ഇപ്പോൾ 151 വർഷമായി കിംബർലി എന്നുള്ള പേര് കിട്ടിയിട്ട്. അന്നത്തെ സ്റ്റുഡിയോയുടെ റിപ്ലിക്ക കണ്ടോ, അന്നത്തെ അവിടെ ഒരു ഇന്ത്യൻ ഫാമിലി ഉണ്ടല്ലോ, ഇതുണ്ടോ, അത് ചിലപ്പോൾ ഇപ്പോൾ അവർ വെച്ചതായിരിക്കും. പക്ഷേ അന്നത്തെ ഫോട്ടോയുടെ ഒരു മോഡൽ ഫോട്ടോഷോപ്പ്. ഇന്ത്യൻ അല്ല കേട്ടോ, അത് ഇവിടുത്തെ കളേർഡ് ഫാമിലിയാണ്. അന്നത്തെ ട്രാമ്പിൻ്റെ മോഡല് ബാർ അബ്രഹാംസ് അമേരിക്ക. ഇവിടെ ഈ കാണുന്ന ഷോപ്പുകളെല്ലാം അന്നത്തെ കാലത്തെ പ്രതാപകാലത്തെ ഓരോ ടെക്നോളജിയാണ്. അപ്പം മിഷനറിയുടെ ആവശ്യമുള്ളത് കൊണ്ട് മിഷനറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അറിയാൻ സ്കില്ലുള്ള ഫാമിലി ഉണ്ടായിരുന്നു. അവരായിരുന്നു ഇവിടുത്തെ മൈനിങ്ങിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അന്നത്തെ ട്രാമ്പിൻ്റെ ഇത്, ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണോ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് അതെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ് നമ്മൾ ഒരു പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ട്രാമ്പ്, എന്ത് വേണം, ട്രക്കർ സ്ട്രീറ്റ്, അന്നത്തെ പ്രതാപത്തിൽപ്പെട്ട ഫാമിലികളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലാം. പിന്നെ റിസപ്ഷൻ, ന്യൂ റഷ് ഗസ്റ്റ് ഹൗസ്, വാവ്, ഓപ്ഷൻ മാർട്ട്, ക്ലൈം ഓഫീസ്. അങ്ങനെ വന്നപ്പോഴേക്കും എന്താ ഓറഞ്ച് കിടക്കുന്നു അല്ലേ? നിങ്ങൾ കണ്ടോ ഓറഞ്ച് കിടക്കുന്നേ? ദിസ് ഇസ് ഓറഞ്ച് നൈസ്ലി കം. അപ്പോൾ എങ്ങനെയുണ്ട് പിന്നെ ഹിസ്റ്ററി ഓവർലോഡഡ്? ഞങ്ങൾക്ക് ഒന്നും വാങ്ങിക്കുന്നില്ലേ ഡയമണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡയമണ്ട് ഈസ് സച്ച് എ വേസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അത് മനസ്സിലായില്ലേ? അത് പറഞ്ഞപ്പോൾ തന്നെ ഡയമണ്ടിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയമണ്ട് ഈസ് എ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറയും, വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ പിന്നിലെ ഹിസ്റ്ററി 2-3 കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡയമണ്ട് മേടിക്കരുത്. ഒന്ന്, ഇത് വരുന്ന വഴികൾ, ഇത് വളരെയധികം ആഫ്രിക്കയിലെ ചൈൽഡ് ലേബറും അങ്ങനെയൊക്കെ ഇൻവോൾവ് ആവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു കാലത്ത് കോങ്കോയിലും അങ്കോളയിലും ഒക്കെ റിബൽസിന് ഡയമണ്ട് ട്രേഡ് ചെയ്ത് ആയുധം മേടിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. നിങ്ങൾ ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി മനസ്സിലാവും. അപ്പോൾ ഈ ഡിബിയർ ഫാമിലിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ എങ്ങനെയാണ് 85% ഓഫ് ഡയമണ്ടിൻ്റെ ഓൾ പ്രൊഡക്ഷൻ ഇവരുടെ കയ്യിൽ വന്നതെന്നും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സ്റ്റോറികളും ഉണ്ട്. നിങ്ങൾക്കറിയാമോ ഈ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം അവർക്ക് ഒന്നുമില്ലാതെ ഇഷ്ടംപടി കൈ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിൽക്കാൻ മാർക്കറ്റില്ല. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ സാധനം മാർക്കറ്റില്ലാതെ വന്നപ്പോൾ ഇവർ ചെയ്ത സ്ട്രാറ്റജി ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത്. അതെന്താ അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ, ആദ്യം ഇവർ സ്റ്റോക്ക് കൺട്രോൾ ചെയ്തു. എന്നിട്ട് ഈ സാധനം കിട്ടാത്ത അമൂല്യമായൊരു സാധനമാണെന്നുള്ള രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനത്തെ പ്രതീതി സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ എന്നിട്ട് വേറൊരു അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി എടുത്തു. അതായത് ഡയമണ്ട് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഇവരെന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ, കല്യാണത്തിന് നിങ്ങൾ ഡയമണ്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കില്ല എന്ന് പറയുന്ന പോലെയായി. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ അത്രയില്ല, നമ്മൾ സ്വർണ്ണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ യൂറോപ്യൻസിൻ്റെ ഇടയിൽ ഡയമണ്ട് റിങ് എന്ന് പറയുന്നത് മാരേജിനൊരു മസ്റ്റാണ്. ഇവിടുത്തുകാർ ഇപ്പോഴും 3 മാസത്തെ സാലറി സേവ് ചെയ്തിട്ട് ഒരു ഡയമണ്ട് റിങ്ങും മേടിക്കും അവരുടെ കല്യാണത്തിന് വേണ്ടി. ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടുത്തെ വെള്ളക്കാരുടെ കൾച്ചറിൽ അത് വെള്ളക്കാരെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യുകയും യൂറോപ്പ് മൊത്തം അത് ഇൻഫ്ലുവൻസ് ആവുകയും ആ ആൾക്കാരെല്ലാം ഈ പറയുന്ന പോലെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും ഡയമണ്ടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ അവരെടുത്ത വേറൊരു സ്ട്രാറ്റജിയാണ്
മഡോണ അല്ലെങ്കിൽ അന്നത്തെ പോപ്പ് ഗായകർ എല്ലാവരെ കൊണ്ടും ഡയമണ്ട് വെയർ ചെയ്യിക്കുകയും ഇവൻ ആണുങ്ങളെ കൊണ്ട് വരെ വെയർ ചെയ്യിക്കുകയും മോഡൽസിനെ കൊണ്ട് വെയർ ചെയ്യിക്കുകയും പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഡയമണ്ട് മേടിച്ച് തരുന്ന ഹസ്ബൻഡ് മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നതെന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടതിനെ തുടർന്നാണ് ഡയമണ്ടിന് ഈ പറയുന്ന വിലയെല്ലാം വന്നത്. പക്ഷേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പിക്കാസും വെച്ച് എത്രയോ ലക്ഷം ആൾക്കാർ പണിയെടുത്ത് എത്ര ജീവൻ കളഞ്ഞുണ്ടാക്കിയ ഡയമണ്ട് നമുക്ക് ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി ഇതിന് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ നാച്ചുറൽ ഡയമണ്ടിൻ്റെ പ്രൊഡക്ഷൻ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ മോണോപ്പൊളി ഡിബെയർ എന്ന് പറയുന്ന ആ കമ്പനിയുടെ മോണോപ്പൊളി ഇപ്പോൾ കുറഞ്ഞു വരുവാണ്. പല വേറെ കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അഥവാ നിങ്ങൾ ഡയമണ്ട് ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടത് മൈൻ ചെയ്ത ഡയമണ്ട് അല്ല. കാര്യം അതിന് ഒത്തിരി പ്രഷ്യസ് ഹിസ്റ്ററിയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ ഇത്ര വിലയുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിൻ്റെ പുറകിൽ ബ്ലഡ് ഡയമണ്ട് അല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ആരെങ്കിലും പിന്നെ രക്തം വീഴുകയോ അല്ലെങ്കിൽ അതിന് പിന്നിൽ റിബൽ ആക്ടിവിറ്റീസ് നടക്കുകയോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ കുഞ്ഞു പിള്ളേരെ 10 വയസ്സിന് താഴെയുള്ള പിള്ളേരെ വരെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ മൈൻ കണ്ടെത്താൻ വേണ്ടി പൂർ രാജ്യങ്ങൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈസി ആയിട്ട് മൈനിങ് ഹോളുകളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡയമണ്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഫാക്ടറി മെയ്ഡ് ഡയമണ്ട്സിലേക്ക് സ്വിച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ വാല്യൂ എപ്പോഴും പറയും ഡയമണ്ടിൻ്റെ വാല്യൂ നശിക്കുകയായിരുന്നു. പക്ഷേ മേടിച്ച വില പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഡാർലിങ്ങിനെ ഡയമണ്ട് മേടിച്ചു കൊടുക്കാത്തത്. ഞാൻ ഡയമണ്ട് എന്താ മേടിച്ചു തരാത്തതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഡാർലി ഇറ്റ്സ് എ ഡെഡ് മണി, ഇത് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. വേണ്ടല്ലേ? ഓക്കെ. ഇൻട്രസ്റ്റിംഗ് ആയി വേറെ ഒത്തിരി കഥകളുണ്ട് കിംബർലിയെ റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ പ്രാവുകളെ വിട്ട് ഇവിടുന്ന് എത്രയോ സ്റ്റോറികളാണ്. പ്രാവുകളെ വിടും ഇവർ. അന്നത്തെ കാലത്തെ മൈനിങ്ങിൻ്റെ അന്ന് ഇവരെ ബ്ലാക്സിന് ലോകമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരെ അടച്ചു പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അവരൊരു ഇവിടുന്ന് ഒരു ടെക്നിക്ക് കണ്ടെത്തിയതാണ് പ്രാവിൻ്റെ കാലിൽ കെട്ടി പുറത്തോട്ട് വിടുക എന്നുള്ളത്. പക്ഷേ ആ പ്രാവിനെ പോലീസുകാർ ഇവരുടെ ഈ മാഫിയ തന്നെ ട്രെയിൻ ചെയ്തെടുത്ത പ്രാവുകളായിരുന്നു. അപ്പോൾ ഇവരെ ഇവിടുന്ന് കളക്ട് ചെയ്ത് പ്രാവിനെ ഒളിപ്പിച്ച് കിടത്തുന്ന സാധനം നേരെ അതിൻ്റെ ഓണറുടെ അടുത്ത് എത്തുന്നു. അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റോറികളുണ്ട്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഹോസ്റ്റ് ടൗണായി മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉള്ളൂ കേട്ടോ. ഈ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയില്ല. ഇപ്പോൾ ഒരു ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയിൽ ഈ മൈനിങ് സെക്ടർ എല്ലാം മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ. അപ്പം സൗത്ത് ആഫ്രിക്കയിലെ കിംബർലി, ദ ക്യാപിറ്റൽ ഓഫ് ഡയമണ്ട് സിറ്റി അല്ലേ, ദ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയമണ്ട് സിറ്റി എന്ന് പറയുന്ന കിംബർലി എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ടൗണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വന്നത്. ഞങ്ങൾ വെറും യാത്ര മാത്രം ആവരുതല്ലോ, കുറേയും കൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും പിള്ളേർക്കൊക്കെ അറ്റ്ലീസ്റ്റ് പിള്ളേർക്കെങ്കിലും ചരിത്രം അറിയുന്ന ഒരു യാത്രയായി മാറണം. അപ്പം ഈ കിംബർലിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡർ. സുഖമല്ലേ? അപ്പം ഞങ്ങൾ വസീമുമായിട്ടുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം കാണാം.